ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് അച്ഛന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ നീ പറഞ്ഞത് അച്ഛനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാജകുടുംബവുമായി ബന്ധപ്പെട്ട പ്രമാണം, വേണ്ടത്ര ധനം, പോരാത്തതിന് സിറ്റിയിലെ ലീഡിംഗ് ബിസിനസ്. ആ മനുഷ്യനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് മാനസികമായി ഇഷ്ടപ്പെടുന്നു എന്നർത്ഥമില്ലല്ലോ. എനിക്ക് നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായാലും ഉടനെ തീരുമാനിക്കണം. നിന്റെയും വേണുവിന്റെയും വിവാഹം ചെയ്ത് കാണുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനൊന്നും വിസ്തരിക്കുന്നത് വേണു, ഞാൻ ഇവരുടെ ഭാവി ജീവിതത്തെ പറ്റി വിസ്തരിക്കുന്നു. ഈ കാണാൻ വരുന്ന ചെറുപ്പക്കാരെ ഒരാളെയും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനി പെണ്ണേറ്റി, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നങ്ങ് പറ. എന്റെ അച്ഛന്റെ ജോലി പറയുമല്ലോ. അത് നീ ഇവിടെ നിന്ന് പോയിട്ടാ, എന്നിട്ട് വേണം എന്റെ കാര്യം ശരിയാക്കാൻ. ഓർമ്മണ്ടല്ലേ? ശരി, അയക്കാം. രാജു, പെങ്ങളുടെ കാറ് വാങ്ങുന്നത് കേടുവന്ന് കിടക്കുന്നത്, അതൊന്ന് പോയി നേരെ. ശരി സാർ. ഒന്നുമില്ല, കോയിൽ ചൂടായി. ഇപ്പൊ വണ്ടി റെഡി. രാജു എന്നെ ഓടിച്ച് ഒന്ന് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരാം. രാജു, ഈ നിമിഷം വരെ ഒരു പുരുഷനുമായി പ്രേമബന്ധത്തിൽ പെടാത്തവളാണ് ഞാൻ. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ തേടുകയായിരുന്നു എന്റെ മനസ്സ്. ഇതാ ഇപ്പോൾ ഞാൻ കണ്ടെത്തി രാജുവിനെ. ഒന്ന് പറയൂ, എന്നെ ഇഷ്ടമല്ലേ? മുതലാളിയുടെ അനിയത്തിയെ മുൻസീറ്റിലിരുത്തി വണ്ടി ഓടിച്ചു പോകുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കാണുകയാണ്. ആരെങ്കിലും പറഞ്ഞു മുതലാളി അറിയും, എന്റെ ജോലിയും പോവും. എന്റെ ജോലി പോയാലേ ശരി. സുമതി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനായി. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൂ രാജു, അല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. രാജു, എന്നോടൊരു വാക്കുപോലും മിണ്ടില്ല അല്ലേ? വേണ്ട. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്റെ മനസ്സറിയുന്നുണ്ടെങ്കിൽ കാർ ഒന്ന് നിർത്തൂ പ്ലീസ്. രാജു, സിഗ്നൽ. വീടെത്തിയല്ലോ. ഇനി സുമതി ഓടിച്ചു പോയാൽ മതി. എന്താ അങ്ങോട്ട് വന്നാ? അല്ല, അതും വേണ്ട. ഞാൻ വരട്ടെ. രാജു, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നു. ഇങ്ങയുടെ കൂടെ കെട്ടിച്ചയച്ചണൊക്കെ എനിക്ക് ഗുണം പിടിച്ചിട്ടില്ല. ഒരു നല്ല തുണി കൊടുക്കാൻ ഒത്തിട്ടുണ്ടോ ഇതുവരെ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ കാലനെ എനിക്ക് വേണ്ട വേണ്ട വേണ്ടെന്ന്. കേൾക്കത്തില്ല. ഓ, ഇങ്ങനെ ഒരു തന്ത ഇയാടെ കൂടെ എന്നെ പറഞ്ഞയച്ചില്ല. അയാളെ പോലെ തന്നെ തണുപ്പിനൊരു പെട്ടിയും ചൂടാവുന്നുണ്ടോ നോക്കി. അയ്യോ, ഞാൻ വെളിയിലേക്ക് പോകാൻ വേണ്ടി കത്തിരിക്കാതെ എന്റെ അന്ന് അത് 501 കാണിച്ചപ്പോ കാരണം ഞാൻ നിന്റെ മുമ്പിൽ എനിക്ക് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിച്ചോ? അയ്യോ, കഷ്ടായി പോയല്ലോ. എപ്പോയോ അയ്യോ.
പാവായിരുന്നേ ഇതിനകത്തെ ഒരു 10 കാശ് എടുത്ത് കൂടി 10 രൂപ കൊടുത്തേ. 10 കാശ് കൂടി തൽക്കാലം ഇത് കൂടി ഇത് വാങ്ങിച്ചോ എണ്ണ തേച്ച് കുളിച്ച് നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ രമണി ചേച്ചി എന്താ? രമണി ചേച്ചിക്ക് എന്റെ വക ഒരു സമ്മാനം. എനിക്കിതൊന്നും വേണ്ട പിന്നെ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങണം. വാങ്ങുന്നേ. ചേച്ചി ഇതൊന്നും എടുത്തിട്ട് വരൂ. ഇപ്പോഴോ? ഒന്നും എടുത്തിട്ട് വരൂ നീ. എനിക്ക് കാണാനാ. പ്ലീസ്. ഇതുപോലെ തന്നെയായിരുന്നു. ആര്? എന്റെ ദേവിയെത്തി. രമണി ചേച്ചിയെ കണ്ടാൽ എന്റെ ദേവിയെത്തിയാണെന്നേ തോന്നുന്നു. വീരമോളെ, സാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? വരാൻ കുറച്ച് വൈകുന്നു പറഞ്ഞു. ശരി. എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ചേട്ടൻ വരട്ടെ. ചേട്ടൻ ഇനി എപ്പോഴാ വരികയെന്ന് ആർക്കറിയാം. അതുവരെ വിശന്നിരിക്കണ്ട. വരൂ. സാവിത്രി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് വരികയാണ് ആശാൻ. എന്നിട്ട് വല്ലതും കിട്ടിയോ? കയറി ചെന്നിടത്തൊക്കെ എന്നെ പുലർച്ചയ്ക്ക് പണിയില്ലെന്നും പറഞ്ഞ് ആട്ടി ഓടിച്ചു. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലെ. അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്ന വിധത്തിലല്ലേ നീയും പെരുമാറിയത്? ഞാനൊരിക്കലും വഴിമഴിച്ചിട്ടില്ല ആശാനെ. അത് നിനക്കല്ലേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. തെരുവ് വേശികൾക്ക് പോലും ആരോഗ്യവും അല്പായുസും കരയാ കരളും നേർന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല മോളെ. ഞാൻ ഇനി എന്ത് ചെയ്യും? ജീവിക്കും. ജനിച്ചാൽ പിന്നെ ജീവിക്കാതെ പറ്റില്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നിനക്ക് അച്ഛനും അമ്മയില്ലേ? അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അമ്മ മറ്റൊരാളെ കല്യാണം കഴിച്ചു. മുത്തശ്ശിയുടെ കൂടെയായിരുന്നു എന്റെ താമസം. കുറച്ചു നാൾ മുൻപ് അവരും മരിച്ചുപോയി. അതിനുശേഷമായിരിക്കും ഈ കറക്കുവേല തുടങ്ങിയത്. അതെ, ജീവിക്കാൻ വേണ്ടി. പെണ്ണായാൽ ഒരൊറ്റ കാര്യത്തിനെ പറ്റുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അതുകൊണ്ടാണ് ഞാൻ അവരെ പറ്റിക്കാൻ ഇറങ്ങിയത്. എനിക്കെന്റെ മാനം കളയാൻ ഇഷ്ടമല്ല. മേലനങ്ങാതെ നിനക്ക് കാശും കിട്ടുമല്ലേ? അങ്ങനെയുള്ളവരായിരുന്നു ഞാൻ കണ്ടുമുട്ടിയവരെല്ലാം. എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ അതാരും കാണാൻ പാടില്ല. ഒന്ന് പേടിപ്പിച്ചാൽ പേടിക്കും. ഭീരുക്കൾ. കൊള്ളാം, നന്നായിരിക്കുന്നു. നിന്റെ തൊഴിലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ആ തൊഴിൽ നിർത്തി. എന്തേ? ഞാൻ ആദ്യമായി ഒരാണിനെ കണ്ടെത്തി.
പട്ടിണി കിടന്ന് ചത്താലും ഇനി ഞാൻ ആ തൊഴിൽ ചെയ്യില്ല. നാരായണന്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുവരാ 10 രൂപ കടം കൊടുക്കാൻ. കൊച്ചിനെ ആശുപത്രി കൊണ്ടുവരാ 10 രൂപ കടം കൊടുക്കാൻ. ഇല്ല നാല് കാശ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 നാട്ടുകാർ വാങ്ങിക്കും. അറിയോ? നാട്ടുകാരെല്ലാരും പറയുന്നുണ്ട് ഈ പിശുക്കന്റെ കൂടെ കല്യാണം കഴിച്ചതിനേക്കാളും ഭേദം അങ്ങ് ചത്തുകൂടായിരുന്നോ എന്നാ ചോദിക്കുന്നത്. അല്പം സ്വല്പം വിവരമുള്ളവര് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ചാകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര പേര് എന്നെ കല്യാണം ആലോചിച്ച് വന്നതെന്നറിയോ? മന്ത്രിമാര്, പത്രക്കാര്, ആധാരം എഴുത്തുകാര്, എന്തിനധികം പറയുന്നു ഒരു സിനിമാ നടൻ വരെ എന്നെ കല്യാണം ആലോചിച്ച് വന്നതാ. എന്താ കളഞ്ഞത്? അവസാനം ഈ കോലമാടനെ എന്റെ തലയിൽ കെട്ടിവെച്ചില്ല പിശുക്കൻ. ദൈവദോഷം പറയാ നിന്റെ തന്ത ഞെളിയമ്പറമ്പില് രാമുണ്ണി നായര് നിന്നെ എനിക്ക് പണയം വെച്ചതാ. എന്ന് അങ്ങേര് എന്റെ മുകളിൽ വരുന്നു അന്ന് അങ്ങേർക്ക് അങ്ങേരുടെ മുതൽ കൊണ്ടോ ചോദിച്ച കാര്യം ഞാൻ പലിശ വാങ്ങിച്ചത്. കാരണം ഞാൻ സത്യസന്ധനാണ്, ഐത്യസന്ധനാണ്. മാത്രമല്ല ഒരു കാലം എന്റെ കൂടെ കഴിച്ചുകൂടി. ഞാൻ നിങ്ങളുടെ പണയം കൊണ്ടുവന്നു. എന്താണ് എനിക്ക് സംശയം? ഒരു കാര്യം ചെയ്യാം. 4 നാട്ടുകാരെ എന്നെ കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ബഹളം വെക്കാതെ നീ നാട്ടിൽ നീ നോക്കി ഭയപ്പെടുത്തണ്ട. നമുക്ക് തുടരാം. തുടരാം. എന്താ വി എൻ കുമാര? അപ്പോ വയൽ നോക്കി നിന്നോട് ഇവിടെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു അത്യാവശ്യ കാര്യമായിട്ട് വരേണ്ടി വന്നു. ഈ പയ്യന്റെ ഒരു മോതിരമുണ്ട്, ഇത് വെച്ചിട്ട് കുറച്ച് പണം തരണം. ഇവന് നാട്ടിലോട്ട് വണ്ടി കയറാൻ നല്ല തൂക്കമുണ്ട്. നീ എവിടെയാണ്? ഉത്തരവാദിത്തം കോഴിക്കോട് 16. കറുവന്റെ ലക്ഷണം ഉണ്ടല്ലോ. ആർക്കാ? ഇതൊന്ന് വരുതി നോക്കട്ടെ. സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വെക്കാറില്ല, അകത്ത് വെക്കും. കല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ ആളൊരു ഭൂലോക പിശുക്കനാണെങ്കിലും അത്യാവശ്യ സമയത്ത് ഉപയോഗപ്പെടും. അയ്യോ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. എടാ ചെമ്പിന്റെ മോതിരം കൊണ്ടുവന്ന് എന്നെ പറ്റിച്ച് കാശ് വാങ്ങിക്കാന്ന് കരുതി അല്ലേ? അതും ഈ അടിച്ചിരുന്നതായ എന്റെ സംശയം തെറ്റിയില്ല, യവൻ കള്ളം തന്നെ. നെയ്യും കാണാനാണ്. അയ്യോ സാറേ, ഞാൻ കൊടുത്ത സ്വർണ്ണമോതിരമായിരുന്നു. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് തന്നതാണ്. വേറെ യാതൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് പണം വയ്ക്കാമെന്ന് കരുതിയത്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാമല്ലോ. നായരെ, അതായത് ഈയിടെയായിട്ട് തന്തമാര് മരിക്കുമ്പോ മക്കൾക്ക് ഓരോ മോതിരം കൊടുത്തിട്ടാണ് മരിക്കാറ്. കണ്ട നാലെണ്ണം. സമയം കളയാതെ വായി നോക്കിയും കൂട്ടുകാരെ കടന്നു പോണം. പോണം. അയ്യോ സാറേ, ഇത് എന്റെ മോതിരമല്ല, അയാൾ അകത്ത് കൊണ്ടുപോയി മാറ്റിയതാ. നായരെ, വെറും നായരല്ല, കിച്ചണ്ടർ നായര്. ആരാണ് എനിക്ക് ആ പേരിട്ടത്? എന്റെ തന്ത. അപ്പൊ തന്നെ ഒന്നും ചെയ്യേണ്ട ഒരു പ്രയോജനമില്ല. തന്റെ തന്ത വേണം 2 അടി അടിക്കാൻ. അതിനെന്റെ തന്ത രണ്ടാമത് കഴിക്കേണ്ടി വരും തനിക്ക് തല്ലാനായിട്ട്. മരിച്ചുപോയില്ലേ? പാടും തന്നെ എങ്ങനെയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഹരിനാരായണ ശിവനാരായണ ശംഭോ വന്നോ? തുറന്നോളൂ. തുടരാനൊന്നുമില്ല. എന്തിനാ ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നത്? ദൈവം ഇതെല്ലാം കണ്ടോണ്ടല്ലേ നിൽക്കുന്നത്. ആ നാരായണയുടെ കൊച്ചിനെങ്കിലും ആശുപത്രി കൊണ്ടിട്ടുണ്ട്. അവർക്കെങ്കിലും 10 രൂപ കൊടുക്കും. നാരായണയുടെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നാരായണയുടെ ഭർത്താവ് വേണം. നീ ഇത് ലിസ്റ്റിലൊന്ന് പരുത്ത് കേട്ടോ. നിങ്ങൾ പുഴുത്തരാവത്തോടും കാലം. ശരി, അങ്ങനെയൊന്നും പുഴുത്താവുന്ന ശരീരമല്ലത്. ഇത് ഞാനും ദൈവം തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെന്റാ, മനസ്സിലായോ? അതുകൊണ്ടല്ലേ ഞാൻ ദിവസവും ഹരിനാരായണ ശിവനാരായണ. എന്തോ ബീനെവിടെ? അമ്മാവിന്റെ കൂടെ പുറത്തുപോയി. എപ്പോ? രാത്രിയാവുമെന്ന് പറഞ്ഞു.
അഭിമാനിയാണ്. മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. എന്റെ എല്ലാമായിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഞാനിത് തുടങ്ങിയത്. എന്റെ എല്ലാമായിരുന്നു എന്റെ ദേവി. അത് എന്നെ വിട്ടുപോയി. ഇതെല്ലാം നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് നിനക്കറിയാം. നീ ഇവിടെ വന്നതിന് ശേഷം എനിക്കെന്റെ ദേവി വീട്ടിലുള്ളത് പോലെയാണ്. ഞാൻ എന്നെ തന്നെ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല. രമണിയെ എനിക്കെന്റെ ദേവിയുടെ സ്ഥാനത്ത് ഇരുത്തിയാൽ കൊള്ളാവുന്നുണ്ട്. സമ്മതമാണോ? പറയൂ രമണി, സമ്മതമാണോ? അല്ല. എന്തുകൊണ്ട്? എന്നോട് ക്ഷമിക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല.